ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ മോർണിംഗ് ആയിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് എൻ്റെ ചക്കരക്കുട്ടൻ. അപ്പോൾ ആളൊന്ന് വാമപ്പ് അതിന് ശേഷം വേണം അടുക്കളയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മോർണിംഗ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലെയിൻ ദോശ, പിന്നെ ഒരു ഊത്തപ്പം, ഒരു എഗ് ദോശ. അപ്പോൾ ഇന്ന് മോൾക്ക് പ്ലെയിൻ ദോശയാണ് വേണമെന്ന് പറഞ്ഞത്. ഞാനപ്പോൾ സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ് ആൾക്ക്. എന്നിട്ട് മോൾക്ക് സാമ്പാർ പ്ലെയിൻ ദോശ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് കഴിക്കാനാണ് ആൾക്ക് ഇഷ്ടം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഊത്തപ്പം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി, സവാള, പച്ചമുളക്, വേപ്പില അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അതിന് ശേഷം മാവ് ഇതേപോലെ കുറച്ച് കട്ടിയിൽ പരത്തി, അധികം തിന്നാക്കാണ്ട്, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കൂട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ. സ്പ്രെഡ് ചെയ്ത ശേഷം അത്യാവശ്യം നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടി വരും. എണ്ണ അത്യാവശ്യം വേണം, കാരണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണമല്ലോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം എന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ വേഗം തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് വരുമ്പോഴാണ് അതിൻ്റെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരിക. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തത് നല്ലതാണ്. എൻ്റെ അടുത്ത് ക്യാരറ്റൊന്നും ഉണ്ടായില്ല. അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും. പിന്നെ ഇതിലുള്ള പച്ചമുളകിന് അത്ര എരിവൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പച്ചമുളക് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരെണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒനിയൻ ഊത്തപ്പം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ. നല്ല ടേസ്റ്റാണ്, യമ്മിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിം അല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെയാണ് കേട്ടോ ഊത്തപ്പം കഴിക്കുന്നത്. അത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചട്നിയും ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു എഗ് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എഗ് ദോശ ഇഷ്ടമുള്ള ആൾക്ക് എഗ് ദോശ. പിന്നെ എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇന്നത്തെ ദോശ കുക്കിംഗ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ദോശയാണെങ്കിൽ ഒരു ദോശ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഇപ്പോൾ 3 പേരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുറച്ച് പെപ്പർ, അതേപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ആൾക്ക് ഇങ്ങനെ പ്ലെയിൻ എഗ്ഗ് പെപ്പറൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എഗ് ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എഗ് ദോശയ്ക്ക് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി സന്തോഷം എല്ലാവരോടും. ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.